സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് നിർമ്മിക്കുന്നത്. യുവ സംഗീത സംവിധായകനാണ്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ല ജ്ഞാനമുള്ള സംഗീതജ്ഞനാണ്. അദ്ദേഹമാണ് സംഗീതം ചെയ്യുന്നത്. മറ്റാരെക്കുറിച്ചുമല്ല, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മറുകര കണ്ട നിയാൻ താൻസനെക്കുറിച്ചുള്ള സിനിമയാണ്. അങ്ങനെ വളരെ വളരെ ദുർഘടം പിടിച്ച ഗാനങ്ങളാണ്. കാരണം അത്രയും മഹാനായ സംഗീതജ്ഞനെയാണല്ലോ അവതരിപ്പിക്കേണ്ടത്. അതിസുന്ദരമായ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രാഗമാലിക അദ്ദേഹം ചെയ്തു. ആ ഗാനം പാടുവാൻ വേണ്ടി അന്നത്തെ വളരെ പ്രശസ്തരായ ഗായകരെ അദ്ദേഹം സമീപിച്ചു. ഹിന്ദിയിലാണ് ഈ സിനിമ എടുക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ എല്ലാവരും എന്താണ് അറിയില്ല, സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ആ ഗാനം പാടാനുള്ള വൈമനസ്യം കൊണ്ടാണോ അതോ അതിൻ്റെ ജ്ഞാനത്തിനൊത്ത് പാടാൻ കഴിയില്ല എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്നറിയില്ല. അതോ ഇനി തിരക്കുണ്ടോ, മിക്ക ഗായകരും അത് പറ്റില്ല, മറ്റാരെങ്കിലും സമീപിക്കൂ എന്ന് പറയുകയുണ്ടായത്. ആ സമയങ്ങളിലാണ് നമ്മളുടെ ദക്ഷിണേന്ത്യയുടെ ഗന്ധർവനായ പ്രിയപ്പെട്ട ദാസേട്ടൻ ഹിന്ദി സിനിമയിലേക്ക് കടന്നു വരുന്നത്. മധുരമൂർന്ന ശബ്ദമുള്ള നമ്മളുടെ ദാസേട്ടൻ്റെ അടുത്ത് ഈ സംഗീത സംവിധായകൻ ഈ ഗാനം ഏൽപ്പിച്ചു. ദാസേട്ടൻ അത് കേട്ടു. പഠിക്കാം, റെക്കോർഡ് ചെയ്യാം എന്ന് സമ്മതിച്ചു. പക്ഷേ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ കൂടെയുള്ള സഞ്ചാരമാണ് ആ പാട്ട് നിറയെ. ഏകദേശം 13 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ആ ഗാനം 5 ദിവസത്തോളം കഷ്ടപ്പെട്ടാണത്രേ ദാസേട്ടൻ അത് റെക്കോർഡ് ചെയ്തത്. 51 ടേക്ക് എടുത്തു എന്നൊക്കെ പറയപ്പെടുന്നു. മറ്റൊന്നുമല്ല, ആ പ്രശസ്തമായ ഗാനം ഷഡ്ജനേ പായൽ ഓ വരദാ ഷഡ്ജനേ പായൽ ഓ വരദാ. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു ആ ഗാനത്തിൻ്റെ തുടക്കം. പാടാൻ വളരെ പ്രയാസമുള്ള ഗാനമാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സിനിമ പുറത്തിറങ്ങിയില്ല. ഇന്ന് യൂട്യൂബിലെല്ലാം ആ ഗാനം നമുക്ക് ലഭ്യമാണ്. ഇത്രയും ദുർഘടമായ സംഗീതത്തിന് ഇത്രയും പ്രാധാന്യമുള്ള ആ ഗാനം സംഗീതം ചെയ്തത് ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ നിലമ്പൂർ സുനി. 1944 ഉത്തർപ്രദേശിൽ അലിഗഡിൽ വളരെ സമ്പന്നമായ ഒരു ജൈന കുടുംബത്തിൽ ഇന്ദ്രമണി ജെയിൻ, കിരൺ ജെയിൻ എന്നിവരുടെ സന്തതിയായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. വളരെ വളരെ സംഗീതജ്ഞാനവും അതേപോലെ തന്നെ ആയുർവേദ വൈദ്യന്മാരും സംസ്കൃത പണ്ഡിതന്മാരും നിറഞ്ഞ സമ്പന്നമായ ഒരു ജൈന കുടുംബമായിരുന്നു അത്. ഇത്രയും പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ സാഹിത്യത്തിലും സംഗീതത്തിലും ആ കുട്ടിക്ക് നല്ല അവഗാഹമുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാനാണ്, ജന്മനാ തന്നെ ആ കുട്ടി അന്ധനായിരുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, മറ്റാരുമായിരുന്നില്ല അത്, നമ്മൾ പിന്നെ നെഞ്ചേറ്റിയ, നമ്മളുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്ന മഹാസംഗീതജ്ഞനായ രവീന്ദ്ര ജെയിൻ്റെ കുട്ടിക്കാലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തൻ്റെ സംഗീത വഴികളിൽ ഒരുപാട് ദൂരം അദ്ദേഹം സഞ്ചരിച്ചു. ധാരാളം ഗാനങ്ങൾ അദ്ദേഹം സ്വയം എഴുതി സംഗീതം ചെയ്തു. 1973 സൗദാഗർ എന്ന ഹിന്ദി സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് അദ്ദേഹം സംഗീതം ചെയ്തത്. പിന്നീട് ധാരാളം ഹിന്ദി സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം ചെയ്തു. അതിനുശേഷമാണ് നമ്മളുടെ പ്രിയ ഗന്ധർവനുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ആ കൂട്ടുകെട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് തന്നെ വലിയൊരു സംഗീത വിരുന്നാണ് നൽകിയത്. ഗന്ധർവനോടുള്ള ആദരവ് കൊണ്ടാവാം അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്, എനിക്ക് കാഴ്ച ലഭിച്ചെങ്കിൽ ആദ്യം കാണേണ്ടത് ഈ ഗന്ധർവനാദത്തെ എന്നാണ്. ഇതിൽ പരം ഒരു അവാർഡ് നമ്മളുടെ ദാസേട്ടന് മറ്റെന്ത് വേണം? അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ആ ധ്വനി നമ്മളുടെ മലയാളത്തിലേക്കും എത്തി. നമ്മളുടെ ഗന്ധർവൻ്റെ സ്വാധീനത്തിൽ അദ്ദേഹം മലയാളത്തിലും സിനിമകൾ ചെയ്തു. സുജാത എന്ന സിനിമയിലെ അതിമനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം ചെയ്തത്. വേറെയും 1-2 സിനിമകൾ അദ്ദേഹം ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കാര്യമായ ഹിറ്റുകൾ മലയാളത്തിൽ നൽകാൻ സാധിച്ചില്ല. തരംഗണിയുടെ ആവണിപ്പൂച്ചണ്ട് എന്ന ആൽബത്തിനും അദ്ദേഹം ഈണമിടുകയുണ്ടായി. ധാരാളം ഹിന്ദു ഭക്തിഗാനങ്ങൾ അതുപോലെ ജൈന ഭക്തിഗാനങ്ങൾ ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ റൂഹെ ഖുർആൻ എന്ന ഖുർആൻ്റെ ആത്മാവ് എന്ന സംഗീത പരിഭാഷ അദ്ദേഹം ചെയ്തു. ഇന്നും അത് ലഭ്യമാണ്. 2015 ആ മഹാസംഗീതജ്ഞന് പത്മശ്രീ നൽകി നമ്മളുടെ ഭാരതം അദ്ദേഹത്തെ ബഹുമാനിച്ചത്, ആദരിച്ചത്.
ഈ 2015 തന്നെ അദ്ദേഹം രോഗാതുരനായിരുന്നു. അങ്ങനെ നാഗ്പൂരിലെ ഒരു സംഗീത ചടങ്ങിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പിന്നീട് മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും വിദഗ്ധ ചികിത്സയ്ക്ക് ഏർപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും ആ മഹാനായ സംഗീതജ്ഞൻ അന്ധനാണെങ്കിലും സംഗീതം കൊണ്ട് നമുക്കേവർക്കും വെളിച്ചമേകിയ രവീന്ദ്ര ജെയിൻ എന്ന ആ സംഗീത പ്രതിഭ പിന്നീട് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഒരുപാട് ഗാനങ്ങൾ, മധുരോധരമായ ഗാനങ്ങൾ അദ്ദേഹം നമ്മൾക്ക് നൽകി. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിൻ്റെ ആശംസകൾ, പ്രിയത്തോഴി നിനക്കിന്ന്, പ്രിയത്തോഴി നിനക്കിന്ന് നേരുന്നു ഞാൻ. ആ ഗാനം ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ അഭയം നീയരുളൂ, ആലംബം നീയരുളൂ, ആപൽ ബാന്ധവനേ. കാളിദാസന്റെ കാവ്യഭാവനയിൽ കാൽച്ചിലമ്പണിയും തത്സൗന്ദര്യമേ കാളിദാസന്റെ. സുനേന സുനേന आज मेरे सपने के तुम देखो, आज मिटे सपने के तुम देखो. രവീന്ദ്ര ജെയിൻ്റെ സംഗീതത്തിൽ നമ്മളുടെ ഗന്ധർവൻ പാടിയ ഗാനമാണിത്. അതുപോലെ ജബ് ദീപ് ജലേ യാന, जब श्याम ढले आना, संगीत मिलन का भूल न जाना, मेरे प्यार न बिसराना, जब दीप जले आना. ഏറെ പ്രിയപ്പെട്ടവരെ, എത്ര മധുര ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകിയതെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മളുടെ രവീന്ദ്ര ജെയിൻ എന്ന മഹാസംഗീതജ്ഞനെ ഓർത്തു പറയാൻ കാരണം അദ്ദേഹം ശുദ്ധധന്യാസി രാഗത്തിൽ അതിസുന്ദരമായ ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. ഗോരിത്തര ഗാവ് ബഡ പ്യാര എന്ന അതിമനോഹരമായ ആ ഗാനം, ഇന്ത്യ മുഴുവൻ നെഞ്ചേറ്റിയ ആ ഗാനം, ദാസേട്ടന് ഹിന്ദിയിൽ ദേശീയ അവാർഡ് കിട്ടിയ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ല, ഞങ്ങളുടെ സംഗീത മാഷായ, ധാരാളം ഇൻസ്ട്രുമെൻസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഹരിയേട്ടനാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സംഗീത വിരുന്നൊരുക്കുന്നത്. അദ്ദേഹം പുല്ലാങ്കുഴലിലാണ് ഈ ഗാനം വായിക്കുന്നത്. ഹരിയേട്ടൻ്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ ഗോരിത്തര ഗാവ് ബഡ പ്യാര എന്ന ആ ഗാനം ഇതാ.
പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സംഗീതജ്ഞനായ ഹരിയേട്ടൻ്റെ പുല്ലാങ്കുഴൽ വായന ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. NSK രാഗപരിചയത്തിൽ വ്യത്യസ്തമായ സംഗീത മുഹൂർത്തങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ സുനിൽ.